നമ്മുടെ സ്കൂളില് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിയമോളുണ്ട്. അറിയോ അവരെ? അറിയുന്നവരൊന്ന് കൈവന്തിച്ചേ. താറ്റിക്കോ. അവര് നിങ്ങളെപ്പോലെ സ്കൂളിലേക്ക് വരുന്നുണ്ടോ? നമ്മളെപ്പോലെ സ്കൂളിലേക്ക് വരാനും നമ്മളെപ്പോലെ കളിക്കാനും ഒക്കെ അവൾക്ക് പറ്റുന്നുണ്ടോ? നിയമോൾക്ക് പറ്റുന്നുണ്ടോ? എന്തേ കാരണം? അവൾക്ക് ഗുരുതരമായ അസുഖം ബാധിച്ച് അവള് കോഴിക്കോട് MVR ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 6 മാസത്തോളായിട്ട് ചികിത്സയിലാണ്. ഡോക്ടർമാര് പറയുന്നത് അവളെ അസുഖം മാറാൻ നല്ല പ്രത്യേക ചികിത്സ വേണം. എത്ര ചികിത്സയുള്ള ചെലവറിയോ? എത്ര? 1.5 കോടി ഉറുപ്പ്യ നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഈ ഫണ്ട് കണ്ടെത്തി നമ്മളെ നിയമോളെ തിരിച്ചു കൊണ്ടുവരണം. അവള് സ്കൂളിലേക്ക് വന്ന് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ പുസ്തകമൊക്കെ ആയി നമ്മുടെ കൂടെ കളിക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ നിയമോളുണ്ടാകണ്ടേ? വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞ് ഇതിൽ സഹകരിക്കണം. കടവനാട് ഫിഷറീസ് UP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് ഞാൻ. ഈ വിദ്യാലയത്തിൽ 5A ക്ലാസ്സിൽ പഠിക്കുന്ന നിയ NP എന്ന കുട്ടി ഗുരുതരമായ ക്യാൻസർ രോഗം പിടിപെട്ട് MVR ഹോസ്പിറ്റലിൽ 6 മാസമായിട്ട് ചികിത്സയിലാണ്. 1.5 കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി വരിക എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് നിയമോളുള്ളത്. ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് ഈ കുട്ടി. കഴിഞ്ഞ വർഷം LSS പരീക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്ന മോളായിരുന്നു അത്. ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷയാണ് അവള്. പക്ഷെ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സ്കൂളിൽ വരാനും ഒക്കെ ആഗ്രഹമുണ്ട്. ആ കുടുംബത്തിന് ഈ ചികിത്സാ ഭാരം താങ്ങാനാവുന്നതല്ല. അതുകൊണ്ടാണ് ഈ പൊന്നു മക്കള് അവരുടെ കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ കൈനീട്ടുന്നത്. പാവപ്പെട്ട മിടുക്കിയായ നന്നായി പഠിക്കുന്ന ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷയായ നിയമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തില് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന്, നിങ്ങളെ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിയ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ആ മോളുടെ അമ്മയുടെ പേരിലും അമ്മാമ്മയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ എമർജൻസി ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിച്ചിട്ട് 1,25,00,000 രൂപ പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.